ഓയിൽ ചിന്തി ചിന്തി കുഴപ്പമില്ല. വെങ്കായ ആയിരേ ചെറുനാരങ്ങ നീര് ചളി ചളി ഫിഷ്. അപ്പം ഹലോ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചളി ഫിഷ് അല്ലേ? അതെ, ചളി മീൻ എന്നൊക്കെ പറയാം അല്ലേ? ചളി കൊണ്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയിരുന്നു, അത് വെറൈറ്റി ആണ്. അതേപോലെ തന്നെ വലിയൊരു മീൻ എടുത്തിട്ട് ചളിയിൽ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടിപൊളിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വെറൈറ്റി ആയിട്ട് ഇന്ന് വേറെ സംഭവം ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ സ്റ്റൈൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തമിഴ് ചാനലുകളിലൊക്കെ ഒരുപാട് ചാനലുകളുണ്ട്. മലയാളത്തിൽ അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. തൈര് വെങ്കായം എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു തൈര് എന്ന് പറയുമ്പോൾ ആ ടീമിന്റെ അതേപോലെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കാം. സാധാരണ കുക്ക് ചെയ്യുമ്പോൾ മുളക് പൊടി ഇടുക, അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുക, അങ്ങനെ സംഭവങ്ങളൊന്നും, അത് ആവശ്യത്തിന് ഉപ്പ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സംഭവം അതേപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചിലർക്ക് വരുമ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിരിക്കും. ഇഷ്ടപ്പെടാത്തത് മാത്രമല്ല, ചില ആളുകൾ നമ്മൾ ആ ഒരു ചാനലിനെ നമ്മൾ കളിയാക്കില്ല, ആ ഒരു സ്റ്റൈൽ വെറുതെ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ചെറുതായിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പം വീഡിയോ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് കമന്റിൽ അറിയിക്കണം. അപ്പോൾ കൂടുതലും പറഞ്ഞില്ല, നമുക്ക് നേരെ എന്താ പറയുക, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് മാത്രമല്ല, ഇനി ഈ വീഡിയോയിൽ ഈ ഒരു ടോൺ ഉണ്ടാവില്ല കേട്ടോ. ഇനി ഫുള്ള് മറ്റേ ടോൺ, ഓയിൽ അങ്ങനത്തെ ടോൺ ഉണ്ട്, അതാ ടോൺ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വെങ്കായം വീഡിയോയിലേക്ക് കിടക്കാം. അടിഭാഗം കംപ്ലീറ്റ്. നെക്സ്റ്റ് സൈഡ് കട്ടിങ്, വയർ കട്ട്, കഴുകുക. മാർക്ക് സെക്കൻഡ് സൈഡ് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഫിഷ് മസാല, ഓയിൽ, ചിന്തി ചിന്തി കുഴപ്പമില്ല, സാൾട്ട്, ചെറുനാരങ്ങ നീര്, മതിയെ, മിക്സ് വെൽ, മസാല റെഡി. നല്ലോണം തേക്കുക. പാല്, റെസ്റ്റ്, ഒരു വായൻ്റെ ഇല വെട്ടി വാട്ടുക.
ഇല റെഡി. ഹോൾഡ്. കെട്ടാം. റെഡി. നെക്സ്റ്റ് ലെയർ അലൂമിനിയം ഫോയിൽ. നമ്മളെ മീൻ റെഡി. ഇനി മണ്ണ്. ചെളി. റെഡി. കൈക്കോട്ട് മുറിഞ്ഞ്. കൈക്കോട്ട് പൊട്ടി. സാരല്ല, മണ്ണ് മതി. ഓക്കെ. ചെളി. ആരി പൊത്തുക. വൺ സൈഡ് ഓക്കെ. സെക്കൻഡ് സൈഡ്. കംപ്ലീറ്റ്. വിറക് സെറ്റ് ചെയ്യാം. കത്തിക്കുക. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇതുവരെ പറഞ്ഞതൊക്കെ കോമഡി ആയിട്ട് മാത്രം എടുത്താൽ മതി. ഇതിങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ അല്ലേ? രാഹുൽ ഗാന്ധി വരെ പറഞ്ഞില്ലേ തൈര്. അപ്പൊ പിന്നെ നമുക്ക് വെങ്കായം. അതല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ നീണ്ട 1 മണിക്കൂറിന് ശേഷം നമ്മളിതാ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇതായിന്. പ്രശ്നമില്ല, മണ്ണ് പറഞ്ഞ് തന്നെ ഒഴിവാക്കാം. ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് നേരം ചൂടാറട്ടെ, അല്ലെങ്കിൽ കഴിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അലുമിനിയം ഫോയിലായിട്ട് നല്ല ചൂടുണ്ടാവും. ഈ മണ്ണ് നമുക്കൊന്ന് ഇവിടുന്ന് മാറ്റാം. പൊളിച്ചോക്കല്ലേ. അടിപൊളി മണം. വാല് മാത്രം കത്തി കരിഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യട്ടോ. വാ, അടിപൊളി മണം. ആവി നിറഞ്ഞെടുക്കല്ലേ. നല്ല ചൂടാട്ടോ, നല്ല ചൂടുണ്ട്. ഓക്കെ, അടിപൊളി. നമ്മുടെ ഈ വാല് മാത്രം കരിഞ്ഞു പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി കഴിക്കാം. എത്രത്തോളം വെന്തിട്ടുണ്ട്. ഇതാ ഇത്രയും കരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഇല. പക്ഷെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മറ്റേ ടൂണിലേക്ക് തന്നെ പോകാം. നമ്മളെ വെങ്കായം കട്ട് ചെയ്യാ. വെക്കുക. നമ്മൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ കുറച്ച് ഉള്ളി, സവാള, വെങ്കായം വെട്ടിയിട്ട് കൊടുത്തിന്. ഇതിലൊന്നുമില്ല, നമുക്ക് ഇതിൽ നിന്ന് തന്നെ കഴിക്കണം. കാരണം അത്രയ്ക്ക് വെന്തിട്ടുണ്ട്. ചിലപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ തല തന്നെ ഒന്ന് പൊക്കിയപ്പോൾ തല പോകുന്നു. അതുപോലെ ഫുള്ളായിട്ട് പോരും. അപ്പോൾ നമുക്കിത് ഞാനും കുഞ്ഞുട്ടിയും ബാവൊക്കെ ഉണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. സോറി. അപ്പോൾ നമ്മൾ കുഞ്ഞുട്ടി ഇതാ കുബൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ട.
അപ്പോൾ ഗൈസ് നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതുവരെ വെങ്കായം അതുപോലെ തന്നെ ഉള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊരു പ്രത്യേക സ്റ്റൈലിൽ ചെയ്താണല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഔട്ട്രോയിൽ പറയാം കേട്ടോ. നമ്മൾ നീ കഴിച്ചു നോക്കാം അല്ലേ, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ. ഇതിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഈ മീൻ ഏതാണ്? ഇത് കടലയാണ്, അതായത് എന്താ രോഹു എന്നൊക്കെ പറയുന്ന മീനാണ്. രോഹു അയ്യോ എന്നെ പിടിച്ചിട്ട് കണ്ടോ പൂ പോലെ അങ്ങനെയല്ല, ഇങ്ങനെ എടുക്കട്ടെ. അങ്ങനെ എടുക്കാം. അങ്ങനെ നുള്ളിയിട്ട് ചൂട് ഭയങ്കര ചൂടാ. എന്താ ടേസ്റ്റ് ഗൈസ്. മീനായതുകൊണ്ട് തന്നെ 1 മണിക്കൂർ എമ്പാടും മതിയിട്ട് കണ്ടോ. എന്താണ് അടിപൊളി ടേസ്റ്റ് സാധനം. അരെ വാ അല്ലേ, വയലാറ് ചെയ്തു ഇങ്ങനെ. ഓക്കെ നോക്കിട്ടോ ഈ പീസ് നോക്കെ. കുഞ്ഞുട്ടി കൊണ്ടുവന്ന പൊറാട്ട തിന്നില്ല അറിയണ്ട സംഭവം നോക്കി അടിപൊളി. എന്താണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ നിങ്ങൾക്കൊക്കെ വെള്ളം ഇങ്ങനെ നാവെന്ന് ഇങ്ങനെ ഊർന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കഴിക്കണില്ല, നമ്മൾ ഒരുപാട് കഴിച്ചു. ഇനി കുഞ്ഞുട്ടിനെ വിളിച്ചാം അല്ലേ. വാ സംഭവം ഞാൻ വീഡിയോ എടുക്കാം. അടിപൊളി ഒന്നും കേട്ടോ കൊണ്ട് കാണിച്ച അടിപൊളി ടേസ്റ്റ് പൊളിച്ച്. അപ്പുറം ടസ്കറ ബേജാറാണ്ട. ഒരു സൈഡും കൂടി ഉണ്ട്. ആ ടേസ്റ്റ് കൊണ്ട് തിന്നു പോവാണ്. മീനായോണ്ട് ശരിക്കും വെന്തുണു. അതെ, 1 മണിക്കൂർ മതി കേട്ടോ. വെറും 1 മണിക്കൂർ വെച്ചാൽ മതി. സൂപ്പർ അടിപൊളി. ബാബുവിന് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ, കാരണം ഇത് ഫുള്ളോ നിന്ന് തൈര് വെങ്കായം. ഏതായാലും അടിപൊളിയായി. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ആരും ട്രോളാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഉണ്ടാക്കി ചെയ്തതല്ല കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടംപോലെ കാണാറുണ്ട്. നമ്മളെ ഗ്രാൻഡ് പ അല്ലേ, അയാളൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഒരു തമിഴ് ചാനലാണ്. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ചെയ്യണമെന്നുള്ള താല്പര്യത്തിൽ ചെയ്തതാണ്. അപ്പോൾ ആരും ആ ഒരു രീതിയിൽ എടുക്കണ്ട. ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മലയാളത്തിൽ ചെയ്ത ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഇറക്കി വരും, സ്ഥിരമായിട്ടൊന്നും അല്ലെങ്കിൽ. അത് മാത്രമല്ല, നമ്മൾ മാസ്റ്റർ പീസിൽ ഫുഡ് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. ഇടയ്ക്ക് ഒരു 1-2 മാസം കൂടുമ്പോൾ ഒരു ഫുഡ് ചെയ്യും, വെറുതെ ഒരു വലിയൊരു ഫുഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫുഡ് ചെയ്യുമ്പോൾ ഏതായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ കൊണ്ട് അവർ തൈര് എന്ന് പറയിപ്പിച്ചില്ലേ, അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായി പോയി. അതായത് ഇതേപോലെ നമുക്കൊന്ന് പറഞ്ഞ് ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചളിമീൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ മീനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാവുന്ന. വലിയ മീനൊന്നും വേണ്ട ആവശ്യമില്ല, എന്നാലും വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ, അത്ര പ്രശ്നമുള്ളൂ. എന്തായാലും ചളി ചിക്കൻ്റെ അത്രയും ടൈമില്ല കേട്ടോ. ചളി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചളി ചിക്കൻ അല്ല ചളിക്കോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ നമ്മൾ വേവിച്ചിരുന്നു. അത്രയും ടൈം നമുക്ക് ഈ ഒരു മീനിന് ആവശ്യം ഉണ്ടായിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ വന്ന് ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ ഒരു എന്താ പറയുക സ്റ്റൈലിലുള്ള വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഉറ്റിടുക ഇട്ടോ ഞാൻ 2 വെങ്കായം ഇപ്പം വേണ്ട, മാറ്റി വെക്കാം. അടുത്തത് ഓയിൽ. 1 മിനിറ്റ് കൂട്ടി കൊയക്ക. അല്ല, ചെറുനാരങ്ങ ഇത് തടുത്തൊന്ന് പിടിച്ചണോ? ഇത് പിടിച്ച മതിയേ. ക്യാമറ എടുത്ത് കൊയങ്ങിന്. മലയാളിടാ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. റെഡി ആയോ? അത്ര കട്ടിയുമാണോ? അത് കംപ്ലീറ്റ് കൊണ്ടുപോകാം.